ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അങ്ങനെ ഇതേ നോമ്പ് കഴിയാറായി അല്ലേ? പെരുന്നാൾ ഇതേ നമ്മുടെ അടുത്തെത്തി. ഞാനും മക്കളും രാവിലെ 6:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഞങ്ങൾ ടൂ വീലർമ്മയാണ് പോകുന്നത്, ചാലക്കുടിക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ ടൂ വീലർമ്മയാണ് ആദ്യമൊക്കെ നാട്ടിലേക്ക് പോയിരുന്നത്. ഞാനും സനമോളും മാത്രമായിരുന്നപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു ഉച്ചയോടുകൂടി ഞാൻ പെരിന്തൽമണ്ണ എത്താറ്. ഇതിപ്പോൾ പാത്തുള്ള കാരണം ഞങ്ങൾ ട്രെയിനിനാണ് പോകാറ്. പാത്തുവിന് ഇതുപോലെ ബെൽറ്റ് കെട്ടിയിട്ടാണ് ഞാൻ പോകാറ്. ഇതിന് മുൻപ് ഞാൻ വീഡിയോയിൽ പാത്തുവിനെ ഫുള്ള് ഒരു കങ്കാരു ബാഗിൻ്റെ അകത്താക്കിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അന്ന് പാത്തു ചെറുതായിരുന്നു, ഇപ്പം പാത്തു കുറച്ച് വലുതായല്ലോ. 7 o'clock കൂടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ. ഇതാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ വണ്ടി മനു വന്ന് എടുത്ത് കൊണ്ടുപോകും കേട്ടോ. മനുവിൻ്റെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ മനുവിന് എളുപ്പമാണ് ചാലക്കുടിയിൽ വണ്ടി നിർത്തിയിടുമ്പോൾ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ട്രെയിൻ ഒരു 7:45 കൂടി ചാലക്കുടിയിലെത്തും. ഞങ്ങൾ വെക്കേഷൻ ടൈമിലാണ് എപ്പോഴും നാട്ടിലേക്ക് പോവാറ്. അപ്പോൾ ആ ടൈമിലാകുമ്പോൾ തന്നെ ട്രെയിനിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഇന്നും പതിവ് പോലെ തന്നെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് കേട്ടോ. സനമോളെയും പാത്തൂനെയും ഞാൻ ഒപ്പിച്ച് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി, അവിടെ ഇരുത്തി. പിന്നെ ബസ്സല്ലല്ലോ, ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് അങ്ങാടിപ്പുറത്ത് എത്തിയിട്ട്, അങ്ങാടിപ്പുറത്ത് എത്തുന്നതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പാത്തുവിനൊക്കെ യാത്ര ടയേർഡ് കൊണ്ടാണ് തോന്നുന്നത്. പാത്തുവിനൊക്കെ നല്ല വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങാടിപ്പുറത്ത് എത്തിയതൊന്നും. പിന്നെ ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കുട്ടികളൊക്കെ പാടെ പറഞ്ഞത് അവിടെ ഇതൊരു കിളിക്കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കിളിക്കുട്ടിനെ കാണാൻ പോയി. അങ്ങനെ ഉമ്മയും ഞാനും കൂടി കേട്ടോ കിളിക്കുട്ടിനെ കാണാൻ പോയത്. ഞാനും ഉമ്മയും വിചാരിച്ചത് വേറെ എന്തോ കിളിയുടെ കുട്ടിയാണെന്ന്. നോക്കിയേ, വലിയ കാലും വലിയ കൊക്കൊക്കെയാണ് കേട്ടോ. അതിനൊരു വൈറ്റ് പോലെ തൂവൽ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കാക്കക്കുട്ടി അല്ല എന്നാണ്. അങ്ങനെ ആ കിളിക്കുട്ടിനെ എടുത്ത് ഞങ്ങൾ കൊടുന്നു കേട്ടോ. എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനെ വളർത്താമെന്നുള്ള പ്ലാനായിരുന്നു. വേറെ എന്തോ ഒരു കിളിയുടെ കുട്ടിയാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ അതിനെടുത്ത് കൊടുന്നത്. സനമോള് അത് കുറച്ച് താഴത്തായിരുന്നു കേട്ടോ, റോഡിൻ്റെ കുറച്ച് താഴത്തായിരുന്നു കിളിക്കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സനമോളൊക്കെയാണ് എടുത്തിട്ടാണ് മുകൾക്ക് കൊടുക്കുന്നത്. പാത്തു അതിനെ കണ്ടിട്ട് ഓടുകയാണ്. പാത്തു അതിനെ പിടിക്കും വേണം, എന്നാൽ പേടിയാണെങ്കിലും. അപ്പോൾ അതിന് ഞങ്ങളിങ്ങനെ പതുക്കെ വീട്ടിലേക്ക് എടുത്തു കൊടുന്നു. ഉമ്മയാണ് ഇതിനെടുത്ത് കൊടുന്നത് കേട്ടോ. എടുത്തു കൊടുത്ത് ഞങ്ങൾ അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഇതിനെ വളർത്താം എന്നൊരു പ്ലാനിലാണ് കൊണ്ടുവന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കുട്ടീനെ പോലെ തോന്നണേ? ഏത് കിളിയുടെ കുട്ടിയാണെന്നാണ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കിളിക്കൂടുന്ന് എങ്ങനെയോ ഒരു താഴത്തേക്ക് വീണതാണ് കേട്ടോ. അപ്പോൾ അതിനെടുത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഇതിനെ വളർത്താം എന്ന പ്ലാനിലാണ് കൊണ്ടുവന്നത്. പിന്നെയാണ് ആരോ പറഞ്ഞത് ഞങ്ങളോട് ഇത് സാധാരണയായി കാണുന്ന കിളിയുടെ കുട്ടിയാണെന്ന്. അപ്പോൾ കാക്കകളുടെ ശബ്ദം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ച് കൊടുത്തു ആ കിളിക്കുട്ടീനെ. അങ്ങനെ നോമ്പ് തുറന്നു കേട്ടോ. നോമ്പ് തുറക്കണം, വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം, വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം നല്ല ടയേർഡായിരുന്നു. ഉച്ചയ്ക്ക് വന്നേക്ക് നന്നായിട്ട് കിടന്നുറങ്ങി. സമൂസയും ഉള്ളിവടയും കടയിൽ നിന്ന് വാങ്ങി. ബിരിയാണി ഞാനും ഉമ്മയും കൂടി ഉണ്ടാക്കി. പിന്നെന്താ, യാത്രാക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം വീഡിയോസൊന്നും അധികം ഞാൻ എടുത്തിട്ടില്ല. അങ്ങാടിപ്പുറത്ത് വന്നിറങ്ങണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല എന്നേ. കാരണം ഈ ബാഗും 2 ബാഗ് പിന്നെ മക്കളെയും നോക്കണം, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതാദ്യം പറയണതായിരുന്നു, മറന്നുപോയി. ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്.